നമസ്കാരം. ഇന്നലെ നമ്മൾ സത്രാജിത്തിൻ്റെ പശ്ചാത്താപം, സത്യഭാമ പരിണയം ഒക്കെ കേട്ടു. അപ്പോൾ ആ കാലത്ത് വാരണാവതത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാണ്ഡവർ. അവരുടെ മാതാവ് കുന്തിദേവിയൊക്കെ ഒത്ത് അരക്കില്ലത്തിൽ കിടന്ന് വെന്ത് മരിച്ചുപോയി എന്നുള്ള ദുഃഖവാർത്ത സഞ്ചാരികളിൽ നിന്ന് കൃഷ്ണൻ ദ്വാരകയിൽ എല്ലാവരും അറിയാണ്. വസുദേവരുടെ കനിഷ്ഠ സോദരി, ഏറ്റവും ഇളയ സോദരിയാണ് ഈ കുന്തി. അനുജത്തിയുടെയും മക്കളുടെയും ദയനീയ മരണവാർത്ത കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെട്ടു കൃഷ്ണനും വസുദേവരും ബാക്കി എല്ലാവരും. അങ്ങനെ അച്ഛനെ ഒരുവിധം സാന്ത്വനപ്പെടുത്തിയതിന് ശേഷം ശ്രീകൃഷ്ണൻ സത്യസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനും ഒരുമിച്ച് ഹസ്തിനപുരിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് ഭീഷ്മരെ, ധൃതരാഷ്ട്ര, ദുര്യോധനൻ മുതലായവരെ കണ്ട് സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു. വിതുരരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ദുര്യോധനൻ്റെ ചതി, വഞ്ചന ഒക്കെയാണ് ഈ ഘോര സംഭവത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഹസ്തിനപുരിയിൽ കൃഷ്ണൻ താമസിച്ചു, കൃഷ്ണനും ബലരാമനും. അതിനിടയിൽ ദ്വാരാവതിയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു. സത്യഭാമയെ തനിക്ക് നൽകാമെന്ന് വാക്ക് പറഞ്ഞിരുന്ന സത്രാജിത്ത് ഒടുവിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ള കാരണത്താൽ ശതധന്വാവ് കശ്മലനായ കൃതവർമാവിൻ്റെ പ്രേരണയാൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ വെട്ടിക്കൊല്ലുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞിരുന്നു, ഈ ശതധന്വാവിനാണ് സത്യഭാമയെ കൊടുക്കാമെന്ന് ആദ്യം വാക്ക് പറഞ്ഞിരുന്നത്. പിന്നെ സാഹചര്യങ്ങളുടെ ഓരോ വഴിമാറ്റം മൂലമാണ് ശ്രീകൃഷ്ണനെ സത്രാജിത്ത് സത്യഭാമയെ കൊടുത്തത്. അപ്പോൾ ആ ദേഷ്യത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ വെട്ടിക്കൊന്ന് സ്യമന്തകവും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. ഭക്തനായ അക്രൂരനും ശതധന്വാവ് നാടുവിടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മരണവാർത്തയൊക്കെ കേട്ട് സത്യഭാമ ബോധം കെട്ട് നിലത്ത് വീണു. രുക്മിണിയും ജാമ്പവതിയും അവളെ ആവും ഇതൊക്കെ സാന്ത്വനപ്പെടുത്തിയെങ്കിലും അവളുടെ ദുഃഖത്തിന് ഒരു അറുതിയും വന്നില്ല. അവൾ സത്രാജിത്തിൻ്റെ വാത്സല്യനിധിയായ ഏക പുത്രിയാണ്, ഒരേ ഒരു മകളാണ്. പ്രാണവല്ലഭനില്ലാത്ത അവസരം നോക്കിയാണ് ആ ദുഷ്ടൻ ഈ പിതൃവധം നടത്തിയത്. ശ്രീകൃഷ്ണൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവളുടെ ദുഃഖം അന്തപുരം വഴി രാജസന്നിധിയിലും എത്തി. അതനുസരിച്ച് സത്രാജിത്തിൻ്റെ മൃതശരീരം കൃഷ്ണൻ വരുന്നതുവരെ എണ്ണത്തോണിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കുവാൻ ഉഗ്രസേനൻ മഹാരാജാവ് കൽപ്പിച്ചു. സമർത്ഥയായ സത്യഭാമ ഉടൻ തന്നെ ഏതാനും അംഗരക്ഷകരും ഒരുമിച്ച് ഹസ്തിനപുരിയിൽ ചെന്നു. എന്നിട്ട് ഭർത്താവിനെ കണ്ട് സർവ്വ വിവരങ്ങളും ധരിപ്പിച്ചു. തൽക്ഷണം തന്നെ രാമകൃഷ്ണന്മാർ കൗരവനാഥനോട് യാത്രയും ചൊല്ലി സത്യഭാമ സമേതം ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. അവിടെ എത്തി ശതധന്വാവിനെ അന്വേഷിച്ചപ്പോൾ അയാൾ നാട്ടിലൊന്നും ഇല്ല എന്നറിഞ്ഞു. അവനെ എവിടെ ചെന്നിട്ടായാലും കണ്ടുപിടിച്ച് വധിക്കണമെന്നുള്ള കരുതലോടെ ഈ ശ്രീകൃഷ്ണൻ രഥത്തിലേറാൻ ഭാവിച്ചപ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരം സംബന്ധിച്ച് ഉടനെ ദ്രുപദ രാജധാനിയിൽ എത്തണമെന്നുള്ള ഒരു ക്ഷണപത്രികയായിട്ടൊരു ദൂതൻ അവിടെ വരികയാണ്. തന്മൂലം ശതധന്വാവിൻ്റെ അന്വേഷണകാര്യം തൽക്കാലം നിർത്തിവെച്ചിട്ട് ബലരാമനും കൃഷ്ണനും നേരെ പാഞ്ചാലപുരിയിലേക്ക് തിരിച്ചു. അപ്പോൾ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അമ്പെയ്ത് യന്ത്രക്കിളിയെ വീഴ്ത്തിയ പാർത്ഥനെയും ജ്യേഷ്ഠാനുജന്മാരെയും കൃഷ്ണൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞ് ജ്യേഷ്ഠനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബലരാമന്. അപ്പോൾ മഹാഭാരതത്തിലെ നായകനെന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. പക്ഷേ കൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആദ്യമായിട്ട് കാണിക്കുന്നത് തന്നെ ഈ ദ്രൗപദി സ്വയംവരത്തിലാണ്. കൃഷ്ണൻ അവിടെ സന്നിഹിതനാവുന്നു. ബലരാമനും ഒരുമിച്ച് അവിടെ 5 ബ്രാഹ്മണർ ഈ വേറെ വേഷത്തിലാണ് പഞ്ചപാണ്ഡവരെ കണ്ട് കൃഷ്ണൻ മനസ്സിലാക്കുന്നുണ്ട്, ഇത് അർജുനനാണ്, യുധിഷ്ഠിരനാണ്, ഭീമനാണെന്നൊക്കെ. അപ്പോൾ അവിടെയാണ് കൃഷ്ണൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ആ ഗ്രന്ഥത്തിൽ വരുന്നത്. അപ്പോൾ പാണ്ഡവർ അവിടെ വെന്തു മരിച്ചു പോയിട്ടില്ല, അരക്കില്ലത്തിൽ വെന്തു മരിച്ചിട്ട് പോയിട്ടില്ലെന്ന് അതോടുകൂടി അവർക്ക് ബോധ്യമാണ്. ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, ദുര്യോധനൻ, കർണൻ, ശകുനി, കോസലൻ, അങ്ങനെ ഒരുപാട് പാണ്ഡ്യൻ, ചോളൻ, കലിംഗൻ ആദിയായ പ്രഖ്യാത രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ അന്തണ വേഷധാരിയായിട്ടുള്ള ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള അർജുനൻ യാജ്ഞസേനിയായ ദ്രൗപദിയെ, പാഞ്ചാലിയെ പരിഗ്രഹിക്കുന്നത്. വിവാഹത്തിന് ശേഷം അന്ന് തന്നെ കൃഷ്ണൻ ജ്യേഷ്ഠനെ ഒരുമിച്ച്
കുശവഗൃഹത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന കുന്തിദേവിയെ ചെന്ന് കണ്ടു വന്ദിച്ച് അവരുടെ ആശീർവാദങ്ങളൊക്കെ വാങ്ങി ആദ്യമായിട്ട് വസുദേവാത്മജൻ തൻ്റെ അച്ഛൻ്റെ സഹോദരിയെയും മക്കളെയും കാണുകയാണ്. പാഞ്ചാലപുരിയിൽ വെച്ചിട്ടാണ് അത് സംഭവിക്കുന്നത്. അന്ന് അർജുനന് 27 വയസ്സും കൃഷ്ണന് 27.5 വയസ്സും പ്രായമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദ്രൗപദി പരിണയ മഹോത്സവത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം ദ്വാരകയിൽ എത്തിയ ഉടൻ തന്നെ ശതധന്വാവിനെ അന്വേഷിക്കാനായിട്ട് ബലരാമനും കൃഷ്ണനും രഥാരൂഢനായിട്ട് പുറപ്പെട്ടു. തന്നെ അന്വേഷിച്ച് വസുദേവാത്മജന്മാർ വൈരാഗ്യവ്യഗ്രതയോടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ശതധന്വാവ് പ്രാണഭീതിയോടെ അക്രൂര കൃതവർമാക്കളെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പം മാഗധനെ ജയിച്ചവൻ, കംസനെ നിഗ്രഹിച്ചവൻ, കൊച്ചുനാളിൽ തന്നെ ഗോവർദ്ധന പർവ്വതം പൊക്കി കുടയായി പിടിച്ചവൻ, അനവധി അസുരപ്രവരന്മാരെ അമർച്ച ചെയ്തവൻ, അങ്ങനെയുള്ള കൃഷ്ണനോട് എതിരിടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ ശതധന്വാവിനെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഗതി? ഒരു ഇടവും തനിക്ക് രക്ഷയില്ല എന്ന് കണ്ട് ശതധന്വാവ് കൃഷ്ണഭക്തനായ അക്രൂരനെ ആ സെമന്തകമണി ഏൽപ്പിക്കുക. ആക്രാന്തഭീതനായിട്ട് ഒരു കുതിരയുടെ മുകളിലേറി എങ്ങോട്ടെന്നില്ലാതെ പ്രയാണം ചെയ്തു. രാമകൃഷ്ണന്മാരുടെ രഥവും അവൻ്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരുന്നു. ജനക രാജധാനിയായ മിഥിലാപുരിയുടെ പ്രാന്തത്തിലെത്തിയപ്പോൾ ശതധന്വാവിൻ്റെ തുരകം ചത്തു നിലത്ത് വീണു. ആ കുതിരയെ അത് ചത്ത് നിലത്ത് വീണു. പെട്ടെന്ന് അവൻ ആ കുതിരയെ വിട്ട് അതിവേഗം ഓട്ടം തുടങ്ങി. കൃഷ്ണനു രഥത്തിൽ നിന്നും ചാടിയിറങ്ങി അവൻ്റെ പിന്നാലെ ഓടി. ഒടുവിൽ മിഥിലയുടെ ഉത്തരഭാഗത്ത് ഒരു ഉദ്യാനത്തിൽ വെച്ച് ശതമഖാനുജൻ ശതധന്വാവിനെ ശ്രീകൃഷ്ണൻ ശതധന്വാവിനെ പിടികൂടി വധിക്കുകയാണ്. അനന്തരം അവൻ്റെ കഞ്ചുകവും ഗൂഢവസ്ത്രങ്ങളും സഞ്ചിയും എല്ലാം പരിശോധിച്ചിട്ടും മണി, ഈ സെമന്തകമണി കാണാനില്ല. അപ്പോൾ ജ്യേഷ്ഠനോട് കൃഷ്ണൻ പറയുകയാണ്, മണി കിട്ടിയില്ലല്ലോ ജ്യേഷ്ഠ. അപ്പോൾ ഇനി ഒരുപക്ഷെ ഇവൻ നിരപരാധിയായിരിക്കും. സത്യാവസ്ഥ അറിയാതെ ഇവനെ കൊന്നത് കഷ്ടമായിപ്പോയി. നിരായുധനായിട്ട് പേടിച്ചോടിയ ഒരുവനെ പിടിച്ച് വധിച്ചതും ധർമ്മമല്ല. സത്രാജിത്തിനെ വധിക്കാൻ നിൻ്റെ അറിവോടുകൂടി അക്രൂരൻ കൂട്ടുനിന്നതായി ഞാൻ കേൾക്കുന്നുണ്ട്. സത്യമല്ലായിരിക്കാം, എങ്കിലും അങ്ങനെയും ഒരു കിംവദന്തി പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞത് ആരാ? ബലരാമനാണ്. അനുജനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ വിശ്വസ്ത സുഹൃത്തായ കൃതവർമാവ് എന്താ യോഗ്യനാണോ? എന്ത് കഠിന പ്രവൃത്തി ചെയ്യാനും ഒരു മടിയില്ലാത്ത ഒരാളാണ്. അവൻ്റെ പ്രേരണയാലാണ് ശതധന്വാവ് സത്രാജിത്തിനെ വധിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്ത് കേൾക്കപ്പെടുന്ന കിംവദന്തിയും അങ്ങനെയാണ്. ഒരു കാര്യം തീർച്ച, ശതധന്വാവിൻ്റെ കൈവശം രത്നമില്ലാത്ത സ്ഥിതിക്ക് കൃതവർമാവിൻ്റെ കയ്യിലോ അക്രൂരിൻ്റെ കയ്യിലോ ആ രത്നം ഉണ്ടായിരിക്കും. എന്നാൽ നീ ദ്വാരകയിൽ പോയി ആ രത്നമണി ആരുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ. അതിന് ഞാൻ വേണമെന്നില്ലല്ലോ. നിൻ്റെ തോന്നിവാസ പ്രവൃത്തികൾ കാണാൻ തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ഒരു ചെറിയ പിണക്കമൊക്കെ അവിടെ വെച്ചുണ്ടായി. എന്നിട്ട് ബലരാമൻ ശ്രീകൃഷ്ണനും ഒരുമിച്ച് ദ്വാരാവതിയിലേക്ക് തിരിച്ചു പോയില്ല. വിദേഹ മഹീപതിയുടെ പ്രത്യേക ക്ഷണവും സൽക്കാരവും സ്വീകരിച്ച് രാജകീയ അതിഥിയായിട്ട് ബലരാമൻ 4 വർഷം മിഥിലയിൽ താമസിക്കേണ്ടായി. ആ കാലത്ത് ഹസ്തിനപുര യുവരാജാവായ ദുര്യോധനൻ ശിഷ്യത്വം സമ്പാദിച്ച അദ്ദേഹത്തിൽ നിന്നും ഗദായുദ്ധം അഭ്യസിച്ചു. ബലരാമനിൽ നിന്ന് ദുര്യോധനൻ ഗദായുദ്ധമൊക്കെ അഭ്യസിക്കുന്നത് അപ്പോഴാണ്. അതുമൂലം ദുര്യോധനനോട് തൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിലെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രീതിയും ബലരാമന് തോന്നി. ദ്വാരാവതി പൂകിയ മുകുന്ദൻ ശ്രീകൃഷ്ണൻ ഈ മണി ലഭിക്കാത്ത വിവരം പുരവാസികളെ ധരിപ്പിച്ചു. എപ്പോഴെങ്കിലും സെമന്തകമണി താൻ കണ്ടുപിടിക്കുമെന്നും കുറ്റവാളികളുടെ ശിരച്ഛേദമായിരിക്കും ശിക്ഷ എന്നും അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അത് കേട്ട് ഭയപ്പെട്ട് കൃതവർമാവും അക്രൂരനും ആരും അറിയാതെ നാട് വിട്ട് ഗൂഢമായിട്ട് കാശിയിൽ പോയി താമസിച്ചു. അപ്പോൾ എണ്ണത്തോണിയിലിട്ടിരുന്ന സത്രാജിത്തിൻ്റെ മൃതദേഹം ഉണ്ടല്ലോ, അത് ആചാരവിധിപ്രകാരം കൃഷ്ണൻ വേണ്ടവണ്ണം സംസ്കരിച്ചു. സത്യഭാമയെ കൊണ്ട് പിതൃകർമ്മങ്ങളൊക്കെ അനുഷ്ഠിപ്പിച്ചു. താൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് അതിന് പരിഹാരമായിട്ട് ഭഗവത് സേവയും സൽക്കർമ്മങ്ങളൊക്കെ നടത്തി അക്രൂരൻ വാരണാസിയിൽ വസിക്കുകയാണ്. ആ കാലത്ത് ദ്വാരകയിൽ വർഷമില്ലാത്ത അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥ ഉണ്ടായി. കാലാകാലം ഉണ്ടായിക്കൊണ്ടിരുന്ന മഴ നിലച്ചു പോയതിനാൽ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുക. പ്രായവും അനുഭവജ്ഞാനവുമുള്ള വൃദ്ധന്മാർ പറയാണ് കൃഷ്ണനോട്, കൃഷ്ണ, പണ്ട് കാശി രാജാവ് 12 വർഷം രാജ്യത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ട സമയത്ത്
ശ്വഫൽക്കൻ എന്ന ധന്യാത്മാവിനെ വരുത്തി രാജ്യത്ത് താമസിപ്പിച്ചു. അപ്പോൾ വർഷവും സമൃദ്ധിയായിട്ട് പെയ്തു. നാട് മുഴുവനും തണുത്തു. നദികളും പൊയ്കകളും ഒക്കെ ജലസമ്പൂർണ്ണമായി. അതുമൂലം രാജാവിനുണ്ടായ സന്തോഷത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം തൻ്റെ ഓമൽ പുത്രിയായ ഗാന്ധിനിയെ ശ്വഫൽക്കന് പത്നിയായിട്ട് ദാനം ചെയ്തു. ആ ശ്വഫൽക്കൻ്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ് അക്രൂരൻ. എങ്കിലും വസുദേവരുമായിട്ടൊരു സഹോദര ബന്ധമുണ്ട്. പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും ഈ അക്രൂരനിലും ഉണ്ട്. അപ്പോൾ അവനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ വരുത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്ന ഈ കാലക്കേട് മാറിക്കിട്ടൂ. മഴയും ധാരാളം ഉണ്ടാവും. അപ്പോൾ ദ്വാരകയിൽ മഴയുണ്ടാകണമെങ്കിൽ അഖിലേശ്വരനായ കൃഷ്ണൻ ഒന്ന് കണ്ണു തുറന്നാൽ മതി. തൻ്റെ ഭക്തോത്തമനായ അക്രൂരനെ തന്നെ ഭയപ്പെട്ടു പോയിരിക്കുന്ന ആ ഭക്തശിരോമണിയെ തിരികെ വരുത്താൻ വേണ്ടി ഭഗവാൻ ആ വൃദ്ധജനങ്ങൾക്ക് പ്രചോദനം നൽകി അവരെക്കൊണ്ട് അപ്രകാരം പറയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. തൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അക്രൂരൻ. അദ്ദേഹം തന്നെ ഭയപ്പെട്ട് നാട് വിട്ടിരിക്കുന്നു. അതൊരു വിഷമമുള്ള കാര്യമല്ലേ? ഭക്തവത്സലനായ ഭഗവാന് അത് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അക്രൂരനെ വരുത്താൻ വേണ്ടി അപ്രമേയ പ്രഭാവത്തോടെ ഭഗവാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ വൃദ്ധജനങ്ങളുടെ അഭിപ്രായം ആദരിച്ച് എന്ന മട്ടിൽ കൃഷ്ണൻ തൽക്ഷണം തന്നെ ഉഗ്രസേനനെ കൊണ്ട് രാജകിങ്കരന്മാരെയൊക്കെ കാശിയിൽ അയപ്പിച്ച് അക്രൂരനെ വരുത്തി. അപ്പോൾ ഗാന്ധിനി നന്ദനൻ വേപതുകാത്രനായിട്ട് വിറയാർന്ന ശരീരത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തൊഴുത് കൈ കൂപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശതധന്വാവിൻ്റെ അനുഭവം തനിക്ക് സംഭവിക്കുമോ എന്ന് ആ ഭക്തൻ ഭയപ്പെട്ടു. അപ്പം ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം തൂകിക്കൊണ്ട് കൃഷ്ണൻ അരുളി ചെയ്തു, അങ്ങ് ഇപ്പോൾ ഇവിടെ ആഗമിച്ചത് മൂലം ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാശിയിൽ അങ്ങയുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂജകളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞല്ലോ അല്ലേ? സെമന്തകം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അതിങ്ങ് തന്നാൽ എല്ലാവരെയും കാണിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് അങ്ങയ്ക്ക് തന്നെ തിരിച്ചും തരാം. സത്രാജിത്തിന് ആൺമക്കളില്ല, പെൺമകൾക്ക് കുട്ടികളുമില്ല. ആയതിനാൽ അതിൻ്റെ അവകാശം ഇപ്പോൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് തന്നെയാണ്. ആ മണി അങ്ങ് തന്നെ കണ്ടെത്തൽ അളിഞ്ഞുകൊള്ളൂ. അപ്പം അക്രൂരൻ ഭയഭക്തിയോടെ ഈ വസ്ത്രത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സെമന്തകരത്നം എടുത്തിട്ട് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ അർപ്പിക്കുകയാണ്. പ്രഭു, ഞാൻ നിരപരാധിയാണ്. കൃതവർമ്മൻ്റെ പ്രേരണ അനുസരിച്ച് ശതധന്വാവ് സത്രാജിത്തിനെ വധിച്ച് ഈ മണി കരസ്ഥമാക്കി. ഒടുവിൽ പ്രാണഭീതിയോടുകൂടി അയാൾ നാട് വിടാൻ തുടങ്ങിയപ്പോൾ സൂക്ഷിക്കാനായിട്ട് ഇതെന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രം. കൃഷ്ണൻ അപ്പോൾ ആ രത്നം എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു. ഉടൻ തന്നെ മിഥിലാപുരിയിലേക്ക് ദൂതനെ അയച്ച് ബലരാമനെയും അവിടെ വരുത്തി. 4 വർഷക്കാലം അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്യമന്തകം ജ്യേഷ്ഠനെയും കാണിച്ച് ബോധ്യപ്പെടുത്തി കൃതവർമാവിൻ്റെ ചതിപ്രയോഗം ധരിപ്പിച്ചു. അങ്ങനെ സ്യമന്തകമണിയുടെ അപഹരണത്തെക്കുറിച്ചുള്ള സംശയം പാടെ പരിഹരിക്കപ്പെട്ടു. ഒടുവിൽ എല്ലാവരുടെയും പ്രത്യേകിച്ച് സത്യഭാമയുടെയും സമ്മതപ്രകാരം ഈ വിശിഷ്ടമായിട്ടുള്ള സെമന്തകമണി രത്നം കരുണാനിധിയായ കമലേക്ഷണൻ ശ്രീകൃഷ്ണൻ അക്രൂരന് തന്നെ ദാനം ചെയ്യാണ്. ഭക്തനും അതേസമയം ദരിദ്രനുമായിരുന്ന അക്രൂരനെ ഐശ്വര്യദാനം ചെയ്യണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ആ ഭക്തൻ്റെ കയ്യിൽ ആ മണി വന്നു ചേരാൻ മാധവൻ മാർഗം സൃഷ്ടിച്ചത്. ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടാറില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കരുണ അനുഗ്രഹം ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ.